ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ഹോളിഡേ ആയിരുന്നു, ഗുഡ് ഫ്രൈഡേയുടെ ഹോളിഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി ഈവനിങ് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളൊന്ന് ലുലു പോകാനായിട്ട് പ്ലാൻ ചെയ്യണം. കാരണം കുറച്ച് ഐറ്റംസിൻ്റെ റേറ്റൊക്കെ നോക്കാനുണ്ട്. അത് ഓൺലൈനാണോ ഓഫ്ലൈനാണോ നമുക്ക് വാങ്ങൽ അഫോർഡബിൾ എന്നൊക്കെ നോക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് നമ്മൾ നേരെ ലുലുവിലേക്കാണ് പോണത്. അപ്പോൾ പോണ വഴിക്ക് ഒരു ടീ സ്പോട്ടിൽ കയറിയായിരുന്നു. ഇത് നമ്മുടെ പുളിഞ്ചോടുള്ള ടീ സ്പോട്ടാണ്. ആസ് യൂഷ്വൽ ആലുവക്കാർക്കൊക്കെ പരിചയം ഉണ്ടാവും. അപ്പോൾ അവിടെ കയറി ഞാനിപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് സംഭാരത്തിൽ ഭയങ്കര ഒബ്സസ്ഡാണ്. അതുകൊണ്ട് ഞാൻ സംഭാരം ചൂസ് ചെയ്തേ. എന്നിട്ട് നേരെ നമ്മളത് കുടിക്കാനായിട്ട് വന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ട്രെയിൻ കാണാമെന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ എയർപോർട്ടിൽ പോവുക, ഫ്ലൈറ്റ് കാണുക അതൊക്കെ. പക്ഷേ എനിക്ക് സ്റ്റിൽ ട്രെയിൻ കാണുന്നതാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നിരുന്ന് ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ വന്ന് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടവും എനിക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആ വ്യൂസൊക്കെ കണ്ട് പിന്നെ നമ്മൾ കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ ഇറങ്ങാൻ നിന്നു. അപ്പോഴേ എന്തൊക്കെയൊരു മഴയുടെയൊക്കെ ചെറിയൊരു കോൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാലും എത്തിപ്പെടുന്നുള്ളൊരിതുണ്ട്. കാരണം അധികം അങ്ങോട്ട് ബ്ലോക്കൊന്നും കാണില്ല ഇന്ന് റോഡിലൊന്നും. അങ്ങനെ നമ്മൾ സ്മൂത്തായിട്ട് എത്തിയിട്ടു ഇടപ്പള്ളി. കാരണം ഒട്ടും റഷ് ഉണ്ടായില്ല റോഡിൽ. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്കിൽ പെടാണ്ട് നമ്മൾ നേരെ ഇടപ്പള്ളി എത്തിയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്നൊരു ഹോളിഡേ ആയിട്ട് പോലും അധികം തിരക്കില്ല റോഡിലൊന്നും. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് ഇടപ്പള്ളി. അപ്പോൾ കുറേ പേര് ലുലുവിന്ന് ഇറങ്ങുന്നുണ്ട്, കുറേ പേര് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഒരു തിരക്ക് മാത്രമേ നമ്മളവിടെ കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇനി ചെല്ലണം, വണ്ടി പാർക്കിങ്ങിൽ വെക്കണം, ഉള്ളിലേക്ക് കയറണം. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് പാർക്കിങ്ങിലേക്ക് വണ്ടി കൊണ്ട് വെച്ചു. എന്നിട്ട് എൻട്രിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അകത്തും ഈ പറയുന്നോട്ട് അത്രക്ക് റഷൊന്നും ഉണ്ടായില്ല കേട്ടോ. മാനേജ് ചെയ്യാവുന്ന ഒരു തിരക്കേ ഉണ്ടായുള്ളൂ. അങ്ങനെ നേരെ കണക്കിലേക്കാണ് പോയത്. കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ റേറ്റ് നേരത്തെ പറഞ്ഞിട്ട് നോക്കണമായിരുന്നു. അത് ഓൺലൈനാണോ ഓഫ്ലൈനാണോ ബെറ്റർ എന്ന് അറിയാനായിട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ എന്തായിരുന്നു ആ ടൈമിലാണ് സാംസങ്ങിൻ്റെ പുതിയ സെറ്റ് അവിടെ ഉണ്ടായി. അപ്പോൾ അത് സാംസങ് ഉണ്ടായി, ഐഫോൺ ഉണ്ടായി. അപ്പോൾ രണ്ടും നമ്മൾ നോക്കിയായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും മെയിനായിട്ട് നോക്കുന്നത് ക്യാമറ ക്വാളിറ്റി, സ്പേസ് ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ബെറ്റർ ചെയ്തിനാ അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. നേരത്തെ പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് ഇങ്ങനെ തേടി നടന്ന് കണ്ടുപിടിക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾ കയറിയപ്പോൾ തന്നെ എല്ലാം ഓരോരോ ഐറ്റംസായിട്ട് പോയി നോക്കിയൊക്കെ കണ്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു ടി വിയുടെ സെഷൻസിൽ അത്യാവശ്യം ഓഫറുള്ളതായിട്ട് തോന്നി കേട്ടോ. പക്ഷെ ആരങ്ങനെ പർച്ചേസ് ചെയ്യണതൊന്നും കണ്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഡെക്കേഴ്സിൻ്റെ അടുത്തേക്കാണ് വന്നത്. കാരണം റീസെൻ്റായിട്ട് ഞങ്ങൾക്ക് സെൻറ്റഡ് ക്യാൻഡിൽസിനോട് ഭയങ്കര അഡിക്ഷനാണ്. അപ്പോൾ നേരെ സെൻറ്റഡ് ക്യാൻഡിൽസ് നോക്കാനാണ് വന്നത്. ഓൾമോസ്റ്റ് കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ വെറൈറ്റീസ് ഉണ്ടല്ലോ, അങ്ങനെ നോക്കാനായിട്ട് വന്നു. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചൊരൈറ്റം അവിടെ നിന്ന് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ തേടി നോക്കിയപ്പോൾ വേറൊരു വെറൈറ്റി ഒരു സെൻറ്റഡ് ക്യാൻഡിൽ കണ്ടിട്ട് ഒരു നൈസ് അറബിക് സ്മെല്ലുള്ളൊരു ക്യാൻഡിലാണ്. പക്ഷേ റേറ്റ് നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റണതല്ലായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്. പിന്നെ ഈ കുറച്ച് ഡെക്കേഴ്സൊക്കെ നോക്കി, ജസ്റ്റ് നോക്കിയത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ളത് കാരണം ഞങ്ങൾ നോക്കിയതാണ്. പിന്നെ ഈ ഒരു പെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മറ്റേ അതിൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു കണ്ണാടിയും ഇഷ്ടമായി. ആ കണ്ണാടി ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല വെയിറ്റ്, അതിന് നല്ല വെയിറ്റാണത്. അതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ എന്തോ 4K 5Kൻ്റെ അടുത്ത് എന്തോ ഉണ്ടായ റേറ്റ്. അങ്ങനെ നേരെ നമ്മൾ ഹൈപ്പറിലേക്കാണ് പോയത്. ഹൈപ്പറിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായി. അപ്പോൾ ഹൈപ്പറിൽ ഈ പറയുന്നോട്ട് അങ്ങനെ റഷൊന്നുമില്ല കേട്ടോ. അല്ലാത്ത സമയത്ത് നമ്മൾ പോകുമ്പോൾ നിറയെ ആൾക്കാരായിരിക്കും ഈ ഹോളിഡേയ്സിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആൾക്ക് നഗറ്റ്സ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നഗറ്റ്സ് എടുത്തു. പിന്നെ ഈ ഒരു ബക്കറ്റ് ഫ്രൈഡ് ചിക്കൻ ഇല്ലേ, അത് ഞങ്ങൾ മിക്കപ്പോഴും വരുമ്പോൾ വാങ്ങാറുള്ളൊരു ഐറ്റമാണ് വീട്ടിലേക്ക്. അപ്പോൾ അതും നമ്മൾ എടുത്തായിരുന്നു. ദെൻ സ്വീറ്റ്സൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങൾ ആ വശത്തേക്ക് പോയില്ല. പിന്നെ ഇവിടെ കുറച്ച് മറ്റേ ഉപ്പിലിട്ട ഐറ്റംസ്, സാലഡ്സൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് സ്നാക്സിൻ്റെ വശത്തേക്കാണ്. അപ്പോൾ
എനിക്ക് ഈ ലേസിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ആൾക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നേരെ നമ്മൾ ചോക്ലേറ്റ്സ് നോക്കി. ചോക്ലേറ്റ്സിൽ നിന്ന് ഏതോ ഒരു സെറ്റ് ആൾ എടുത്തായിരുന്നു. ഏതായിരുന്നു എന്ന് ഓർക്കണില്ല, ജെംസ് ആണെന്ന് തോന്നുന്നു എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി. ഓൾമോസ്റ്റ് നമുക്ക് വാങ്ങാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ള ടാസ്ക് എന്ന് പറയുന്നത് കൗണ്ടറിൽ ചെല്ലാം, ബില്ല് കൊടുക്കാൻ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അധികം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, തിരക്കൊന്നുമില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് ലുലുവിലുണ്ടായത്. അപ്പോൾ നേരെ നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ലിങ്ങിലേക്കാണ് പോണത്. ബില്ലിങ്ങിലായാലും ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ ആകെ. അതിനുള്ളിൽ തന്നെ നമുക്ക് ബില്ല് ചെയ്ത ഐറ്റംസൊക്കെ കിട്ടി. അത്ര അധികം തിരക്കൊന്നും ഉണ്ടായില്ല. അത് കാരണം തന്നെ അധികം നിന്ന് മുഷിയേണ്ടി വന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലുലു വന്നു കഴിഞ്ഞാൽ ബിൽ കൗണ്ടറിൽ നിന്നൊന്ന് ഇറങ്ങി കിട്ടാനായിട്ട് പാടായിരിക്കും, അത്രയ്ക്ക് തിരക്കായിരിക്കും. പക്ഷെ ഇന്ന് നല്ല സുഖമായിട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ വന്ന വഴിക്ക് ഈ പറയുന്നത് റീഡേഴ്സ് ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നിലേക്കും കയറാൻ നിന്നില്ല, കാരണം ഇനി നേരെ വീട്ടിലേക്ക് എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയുണ്ട്, മഴ പൊടിയാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോകാമെന്നുള്ളൊരിതാണ്. 2 വീലറിനാണല്ലോ വന്നേ. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എടപ്പള്ളിയിൽ അത്ര വലിയ മഴ ഉണ്ടായില്ല, പക്ഷെ കളമശ്ശേരിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും മഴ കൂടി. പിന്നെന്താ, നനഞ്ഞില്ല, അധികം അങ്ങോട്ട് നനഞ്ഞില്ല, കാരണം നമ്മൾ ഈ മെട്രോയുടെ ആ ഒരു ഇതിൻ്റെ അടിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം മഴ കിട്ടാണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റി. പിന്നെ എന്താ, നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ മഴയത്ത് അങ്ങനെ ഞങ്ങൾ അധികം വണ്ടിയായിട്ട് ഇറങ്ങാറില്ല, മീൻസ് 2 വീലറായിട്ട് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു പോകാനായിട്ട്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം നമ്മൾ ഇപ്പോൾ ആ മെട്രോയുടെ ഇതിൻ്റെ അടിയിൽ, പില്ലറിൻ്റെ അടിയിൽ കൂടി പോകുന്നത് കാരണം നമുക്കറിയാൻ പറ്റില്ല. ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ നല്ല പെയ്യലാണെന്നറിയാം. അങ്ങനെ നേരെ നമ്മൾ അടുത്ത ടീ സ്പോട്ട്, ഇത് സ്ഥിരം കളമശ്ശേരി ആലോക്കുമ്പോൾ കയറുന്ന ടീ സ്പോട്ടാണ്. ഇവിടെയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഈ 2 ടീ സ്പോട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോണത്. ഇനി എവിടെയും കയറണമൊന്നുമില്ല, കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അത് കാരണം തന്നെ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് പൊടിമഴ ഉണ്ടെന്നല്ലാണ്ട് അങ്ങനെ അത്ര വലിയ മഴ ഉള്ളതായിട്ട് തോന്നണില്ല. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഫുഡ് ഐറ്റംസ്, അതായത് എക്സ്പയർ ആവുന്ന ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ എടുക്കുകയാണ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൈഡ് ചിക്കൻ്റെ ബക്കറ്റ്. ഇതിൽ 10 പീസോളം ഉണ്ടാവും, ഡിപ്പ് ഉണ്ടാവും, സോസ് ഉണ്ടാവും. നല്ല വെർത്താണ് കേട്ടോ. 599 എന്തായാലും വെർത്താണ് ഈ ഒരു ഐറ്റം. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു, എല്ലാവരും കൂടി കഴിച്ചു. നല്ലതാണ് കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം. അപ്പം മിക്കപ്പോഴും വാങ്ങാറുണ്ട് ലുലു പോകുമ്പോൾ. പിന്നെ ഈ ഒരു ചക്ക എൻ്റെ തറവാട്ടിൽ നിന്നുണ്ടോ, എന്താ നല്ല മധുരമുള്ള ചക്കയായിരുന്നു. റീസെൻ്റായിട്ടാണ് ഇത്രയധികം മധുരമുള്ളൊരു ചക്ക ഞങ്ങൾ തിന്നണത്. പിന്നെന്താ, അപ്പം അത്രയൊക്കെ ഉണ്ടായുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ജസ്റ്റ് ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ.